ഹേയ് ഹലോ അസ്സലാമലൈക്കും. ഇന്നും ഒരു ഡേ വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ചായക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞാൽ ഉമ്മ ഐപ്പിൾസ് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇവിടെ ഐസും ഞങ്ങളും എല്ലാവരും കുടിച്ചിട്ടുണ്ട്. ഓനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും ഓനക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരലുണ്ടേനോ, അതൊക്കെ ഇപ്പം നിന്നിക്കണു. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അരിയും ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടീനു. ഓട്ടടയും പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഫെമി ഓട്ടടക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡേ വ്ലോഗിൽ എല്ലാവരും ഉമ്മ പണിയെടുക്കലില്ലേ, ഫെമി കൂടിത്തരലില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യൽ. അന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഫെമിക്ക് സുഖമില്ലാന്ന്, പല്ലുവേദനയേനു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മാക്കും അന്ന് പോകാനുണ്ടായിരുന്നു. സോളാർ വെക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പം അതിൻ്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. രാത്രി ഉമ്മക്ക് കാലിക്കറ്റും പോകാനൊരാവശ്യം ഉണ്ടായിരുന്നു. അതാണ് ഉമ്മാൻ അന്ന് വ്ളോഗിലൊന്നും കാര്യമായിട്ട് കാണാഞ്ഞത്. അങ്ങനെ ഉമ്മ അവിടെ ഓട്ടോടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഐസും അഫ്ലും കൂടി ഇപ്പം നമുക്ക് ലഞ്ചിനും വേണ്ടിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. ലഞ്ചിന് അവന് മത്തിയാണ് കേട്ടോ കൊണ്ടത്. അപ്പോൾ മത്തി പൊരിക്കാന്നാണ് വിചാരിക്കുന്നത്. കറിയായിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള. പിന്നെ ഗ്രീൻ പീസ് കറി ആയി, അതൊന്ന് കടുക് വറുത്തെടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. ഞങ്ങൾക്ക് ഇന്ന് നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി വെച്ചിട്ട് ഞങ്ങൾക്ക് അതിന് ഒരുങ്ങണം. നാത്തൂൻ്റെ മോന് പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടോ. ഒരു മാർക്കാണ് അവന് മിസ്സായത്. അപ്പോൾ ഞങ്ങൾ അവനക്ക് സർപ്രൈസുമായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലഞ്ചിന് ഉപ്പേരിയായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കൊടുക്കുന്നത്. കൂടെ ക്യാരറ്റും കൂടെ ആക്കിയിട്ട് അങ്ങനെ രണ്ടും കൂടെ വെക്കാന്നാണ് വിചാരിക്കുന്നത്. ആ നേരം കൊണ്ട് മീനൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കൂടെ 2 പൂച്ചയും ഐസും ഉണ്ട്. പിന്നെ വേഗം തന്നെ കോവക്കുപ്പേരിയൊക്കെ റെഡിയാക്കി മുറിച്ച മീനെ പിന്നെ നമ്മളൊന്ന് കായും കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് തന്നെ സാമ്പാറും അവിടെ തിളക്കാൻ തുടങ്ങിക്കോട്ടോ. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചാൽ മാത്രം മതി. മീൻ പൊരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഫെമി കിച്ചണൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാനും ഫെമിയും തിരിച്ചു പോരുമ്പോൾ ഞങ്ങളെ വീട്ടിലിറങ്ങും കേട്ടോ. 2-3 ദിവസം ഞങ്ങളെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ അടിച്ചുതരാൻ കയറി. കിച്ചണ് ഫെമി അടിച്ചു വാരി തുടക്കുന്നുണ്ട് കേട്ടോ. അകം കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് മാറ്റിയിട്ട് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാത്തൂൻ്റെ മോന് ഫുട്ബോളിനോട് ഭയങ്കര ക്രേസുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഫുട്ബോളും ജേഴ്സിയും ബൂട്ടൊക്കെയാണ് വാങ്ങിയത്. പിന്നെ അവൻ്റെ ഒരു റിസൾട്ട് അടങ്ങിയിട്ടുള്ളൊരു ഫ്രെയിമും കൂടി ഉണ്ടാക്കി ചെയ്യുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഓൻ അവിടെ ഇല്ലേനു കേട്ടോ. ഓന് മദ്രസക്ക് പോയതേനു. ഇപ്പോൾ ഓൻ മദ്രസ് വിട്ട് വരുന്ന വരവാണ്. ഞങ്ങൾ പിടിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ് ഗിഫ്റ്റൊക്കെ ഓൻ ഓപ്പൺ ആക്കി. ഓനക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. ബൂട്ടും ജേഴ്സിയും ഫുട്ബോളും എല്ലാതും നല്ല ഇഷ്ടമായിക്കണു. സർപ്രൈസായി വാങ്ങണോണ്ട് അവൻ്റെ സൈസ് നമുക്ക് വലിയൊരു ഇതില്ലേനു. പിന്നെ നാത്തൂൻ പറഞ്ഞു തന്നൊരു സൈസിന് ഞങ്ങളങ്ങനെ എടുത്തു. അത് കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ മറന്നുപോയി. അതാണ് വീഡിയോക്ക് ചെറിയൊരു വശപ്പശക്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫ്രെയിമും കൂടെ കൊടുത്തു. അതും അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഓൻ്റെ ആൻറ്റീൻ്റെ മോളാണ് കേട്ടോ. അതായത് ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ്. ഓല വകയും ഗിഫ്റ്റ് ഉണ്ടേനു. ഓൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്താണ്ട് അതേനു ഗിഫ്റ്റ് ചെയ്തത്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഫെമിൻ്റെ വീട്ടിലിറങ്ങി, ഞാൻ എൻ്റെ വീട്ടിലിറങ്ങി. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അനിയനെ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.